ഹായ്, അങ്ങനെ മരിയ പാസ് ചീസ് കേക്ക് ഞാൻ ട്രൈ ചെയ്തു. കാണാൻ തന്നെ എന്നാ ഭംഗിയാണെന്നറിയാമോ. ടേസ്റ്റ് അത്തിലും അടിപൊളിയാട്ടാ. ഫസ്റ്റ് ഒരു പാത്രം എടുക്കുക, അതിലേക്ക് നമ്മൾ എഗ് വൈറ്റും എഗ്ഗിൻ്റെ യെല്ലോയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. യെല്ലോയിലേക്ക് പാലും കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുക്കുക, കടകടാന്ന് മിക്സ് ചെയ്യുക. വാനില എസൻസ് ഒഴിക്കുക, കടകടാ വീണ്ടും മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുക, മിക്സ് ചെയ്യുക, മാറ്റി വെക്കുക. അടുത്തത് നമ്മൾ മിക്സറിലാട്ടോ മിക്സ് ചെയ്യണത്. അതിലേക്ക് മുട്ടയുടെ ബാക്കി വെച്ചിരിക്കുന്ന വെള്ളയില്ലേ, അതെടുത്തുകൊണ്ട് വരിക. അതിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, അത് അടിക്കാൻ വെക്കുക. അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറുതായിട്ട്, ഒരുപാട് വരി അങ്ങ് തട്ടിയിടരുത്, കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ അതേ കണ്ടില്ലേ, നല്ല അടിപൊളി ഐസ്ക്രീം നല്ല കരിക്കിൻ്റെ ഐസ്ക്രീം പോലെ ഇരിക്കണില്ലേ, അത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മിക്സുമായിട്ട് കുറച്ചായിട്ട് ആഡാക്കി കൊടുക്കുക. ഒരുമിച്ച് തട്ടാൻ പോയാൽ കട്ട പിടിക്കും. കുറച്ചായിട്ട് മിക്സാക്കി ഓവൻ്റെ പാത്രത്തിലെടുക്കുക, ഓവനിൽ തട്ടിക്കയറ്റി ബേക്ക് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്ക് വീണ്ടും മിക്സറിൻ്റെ പാത്രം എടുക്കുക. ബട്ടർ, നമുക്ക് കേക്കിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ബട്ടർ എടുത്താൽ മതി. അതിലേക്ക് നല്ല അടിപൊളി മിൽക്ക് മെയ്ഡ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതൊഴിക്കുക, അടിച്ചെടുക്കുക. കേക്ക് നമ്മൾ ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അത് വെക്കുക. അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇതങ്ങോട്ട് തേച്ച് കൊടുക്കുക. അടുത്ത ലെയർ എടുക്കുക, വീണ്ടും ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കുക. തേച്ചെല്ലാം നല്ല കുട്ടപ്പനാക്കി വെക്കുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ചീസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തീർന്നു, മരിയ പാസ് ചീസ് ഫിനിഷ്. അതിൻ്റെ ടെക്സ്ചർ ഉണ്ടല്ലോ, എന്താ ഭംഗി, അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വയറങ്ങോട്ട് നിറയും. ഇതിപ്പോൾ ഇവിടെ ഷോപ്പിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പീസ് നമ്മളും എടുത്തിട്ട് ഭയങ്കര ടേസ്റ്റാണ്.